ഈശോയ്ക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞ ഗുഡ്നെസ് TV-യുടെയും ഗുഡ്നെസ് യൂട്യൂബ് ചാനലിൻ്റെയും മാന്യ പ്രേക്ഷകരെ, കുരിശിൻ്റെ തണലിൽ ഷാഡോ ഓഫ് ദ ക്രോസ് എന്ന വചനപ്രഘോഷണ പരമ്പരയുടെ 25-ാമത്തെ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഗുരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുറ്റിലും ജനക്കൂട്ടം ആർത്തിരമ്പുന്നു. ആ ജനക്കൂട്ടത്തെ ഭേദിച്ചുകൊണ്ട് ജനപ്രമാണികൾ ഗുരുവിൻ്റെ അടുക്കൽ എത്തുകയാണ്. ഒരു സ്ത്രീയെ ബലമായി പിടിച്ച് ഗുരുവിൻ്റെ അടുക്കൽ എത്തിക്കുന്നു. ഗുരുവിനോട് പറയുന്നു, ഗുരു, ഞങ്ങളുടെ നിയമമനുസരിച്ച് ഇവളെ കല്ലെറിയണമെന്നാണ് പറയുന്നത്. ഗുരു അവരുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി. അതിനുശേഷം കുനിഞ്ഞിരുന്ന് എന്തോ എഴുതിക്കൊണ്ടിരുന്നു. വീണ്ടും അവരുടെ ആക്രോശം അത്യുച്ചത്തിലെത്തി. ആ സമയത്ത് അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗുരു അരുളി ചെയ്യുകയാണ്, നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞു. ആരും അവളെ കല്ലെറിഞ്ഞില്ല. ജനപ്രമാണികളും ജനക്കൂട്ടവുമൊക്കെ അപ്രത്യക്ഷമായി. ഈ സ്ത്രീയും ഗുരുവും മാത്രം അവിടെ. അവരുടെ മുടികൾ അഴിഞ്ഞിരിക്കുകയാണ്. നിദ്രാഭാരവും ദുഃഖത്തിൻ്റെ വേദനയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മുഖവുമാണ്. കണ്ണുനീരോടെ അവൾ ഗുരുവിനെ നോക്കുകയാണ്. ഗുരു അവളോട് ചോദിക്കുന്നു, മകളെ, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലേ എന്ന്. അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. ഗുരു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. സമാധാനത്തോടെ പോയിക്കൊള്ളുക, പാപത്തിൽ നിന്ന് മാറുക. സ്നേഹമുള്ളവരെ, ഈശോ ചെയ്ത വലിയ ഒരു കാരുണ്യത്തിൻ്റെ, അനുകമ്പയുടെ ഒരു പ്രവൃത്തിയാണ് നാം കണ്ടത്. നമ്മുടെയൊക്കെ ചുറ്റും ലക്ഷ്യബോധമില്ലാത്തവർ, പാപത്തിൻ്റെ അടിമത്തങ്ങളിൽ വീഴുന്നവർ ധാരാളമാണ്. അവരെയൊക്കെ മുൻവിധിയോടെ കാണാതെ അവരെ ഒന്ന് കേൾക്കുവാൻ, അവരുടെ ജീവിത അവസ്ഥ ഒന്ന് മനസ്സിലാക്കുവാൻ, അവരെ സ്വാന്തനിപ്പിക്കുവാൻ തയ്യാറായാൽ അവിടെയാണ് നമ്മുടെ ജീവിതം വിജയിക്കുന്നത്. യുവജനങ്ങൾ അവരാണ് ഇന്നിൻ്റെ ശക്തി. സഭയുടെ, സമൂഹത്തിൻ്റെ ശക്തി യുവജനങ്ങളാണ്. ഒരുപക്ഷേ അവർ തെറ്റിൽ അകപ്പെടാം. ദുഃഖത്തിൻ്റെയും വേദനയുടെയും നിമിഷങ്ങളിലൂടെ അവർ കടന്നു പോകാം. എന്നാൽ മുൻവിധിയില്ലാതെ അവരെ കേൾക്കുവാനും സ്വാന്തനിപ്പിക്കുവാനും തയ്യാറാകുമ്പോഴാണ് അവരുടെയൊക്കെ ജീവിതങ്ങളെ നമ്മൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുക. പ്രസിദ്ധ മനഃശാസ്ത്രജ്ഞനായ കാൾ റോജർ പറഞ്ഞു വയ്ക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തി നമ്മുടെ അടുക്കൽ കൗൺസിലിങ്ങിന് വരുമ്പോൾ 2 കാര്യങ്ങൾ നാം ചെയ്യണം. ഒന്ന്, ആൻ എംപതറ്റിക് ലിസണിങ്. 2, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ആൻ എംപതറ്റിക് ലിസണിങ് എന്ന് പറഞ്ഞാൽ സഹാനുഭൂതിയോടെ അവരെ കേൾക്കാൻ നാം തയ്യാറാകണം. അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന് പറഞ്ഞാൽ നിബന്ധനകളില്ലാത്ത സ്നേഹവും മാന്യ ഭാവവും. ഇവ രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു വ്യക്തിയെ നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഒരു ടീനേജർ എൻ്റെ അടുക്കൽ വന്നു. അവൻ എന്നോട് പറഞ്ഞു, അച്ചോ, എന്നെ ഒന്ന് കേട്ടാൽ മാത്രം മതി, വേറൊന്നും വേണ്ട. ഏകദേശം 40-45 മിനിറ്റ് സമയം അവൻ്റെ വേദനകളെല്ലാം അവൻ തുറന്നു പറഞ്ഞു. നമുക്കറിയാം അണ പൊട്ടിയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. ആ 40-45 മിനിറ്റ് സമയത്തിനുള്ളിൽ
എല്ലാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും വേദനയോടെ കണ്ണുനീരോടെ പറഞ്ഞു. ഞാനൊന്നും അവനോട് മറുപടി പറഞ്ഞില്ല. അവനെ ശ്രദ്ധയോടെ കേട്ടിരുന്നു. അവന് എൻ്റെ മുഖത്തെ ചലനം കൊണ്ടും അവന് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ തരത്തിലുള്ള സ്നേഹവും സാന്ത്വനവുമെല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരുന്നു. അവസാനം അവൻ പറഞ്ഞു, എനിക്ക് ഒരു ആശ്വാസം തോന്നുന്നുവെന്ന്. ഇനിയും ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുകയാണ്. ഞാൻ അവനോട് പറഞ്ഞു, നിൻ്റെ വേദനയും ദുഃഖവും പറഞ്ഞു കഴിഞ്ഞു. അവസാന ഭാഗത്ത് എങ്ങനെ ചെയ്താൽ ഈ ദുഃഖത്തിൽ നിന്നും വേദനയിൽ നിന്നും മാറി നല്ലൊരു ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കാമെന്നും നീ പറഞ്ഞു. അത് ചെയ്താൽ മതി. ദൈവം നിൻ്റെ കൂടെയുണ്ട്. നിൻ്റെ ആ മനസ്സ്, ആ പ്രതീക്ഷ, ആ വേദന ദൈവത്തിന് കൊടുക്കുക. ദൈവം ഏറ്റെടുത്തുകൊള്ളും. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് ധാരാളം വ്യക്തികൾ കടന്നു വരാറുണ്ട്. നമ്മൾ പലരെയും കണ്ടുമുട്ടാറുണ്ട്, കണ്ടുമുട്ടാൻ ഇടയുമുണ്ട്. അങ്ങനെ വരുമ്പം അവരുടെ വേദനകൾ ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ, അവരിലെ നന്മകൾ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറായാൽ, മറ്റുള്ളവരുടെ ജീവിതം, പ്രത്യേകിച്ച് യുവജനങ്ങളുടെ ജീവിതത്തെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, നിങ്ങളുടെയൊക്കെ ജീവിതം എത്ര തിരക്കേറിയതായാലും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തയ്യാറാകണമേ. ദൈവം വലിയ ദൗത്യത്തിനായി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. വിജയകരമായ യുവത്വത്തിന് 5 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തേത് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുക എന്നുള്ളതാണ്. സഭാപ്രസംഗകന്റെ പുസ്തകം 12-ാമത്തെ അധ്യായത്തിലെ 1-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: മകനെ, മകളെ, നിന്റെ യൗവനകാലത്തു തന്നെ നീ കർത്താവിനെ ഓർക്കുക എന്ന്. ദൈവം യുവജനങ്ങളെ വലിയ ദൗത്യമാണ് ഏൽപ്പിച്ചത്. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും, ദാവീദിനെ വിളിച്ച ദൈവം, ദാനിയേലിനെ വിളിച്ച ദൈവം, മറിയത്തെ വലിയ ദൗത്യമേൽപ്പിക്കുന്ന ദൈവം. സ്നേഹമുള്ളവരെ, അതുപോലെ വലിയൊരു ദൗത്യമാണ് ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്താണെന്ന് അറിയണമെങ്കിൽ വിശുദ്ധാത്മാക്കൾ ചെയ്തതുപോലെ ദൈവത്തോട് എപ്പോഴും നിരന്തരമായ ഒരു സമ്പർക്കത്തിൽ ആയിരിക്കണം. ഒരുപക്ഷേ നിങ്ങൾക്ക് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. IT ഫീൽഡിലും അതുപോലുള്ള സംരംഭങ്ങളിലുമൊക്കെ ജോലി ചെയ്യുകയായിരിക്കാം. അതിൻ്റെ സ്ട്രെസ്സും ടെൻഷനും, ആ വർക്ക് തീർക്കാനുള്ള ആ ഒരു തീക്ഷ്ണതയും എല്ലാം നിങ്ങൾക്കുണ്ട്. ഈ അവസരങ്ങളിലും അല്പസമയം ദൈവത്തിന് കൊടുത്ത്, ദൈവമേ, എനിക്ക് ഈ ജോലി തന്നല്ലോ, അതിനെ ഓർത്തുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. ഇടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റക്കായി പോകുന്ന അവസരത്തിൽ ദൈവത്തിന് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുവാനും ആ ജോലിയെയും ആ കമ്പനിയെയും സമർപ്പിക്കുവാനും, നിങ്ങൾക്ക് കിട്ടുന്ന വേതനം കൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സ്വാന്തനമേകുവാനും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ജോലികളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും ഇടയിലും ദൈവത്തിന് വേണ്ടി സമയം ചിലവഴിച്ച് മാറ്റിവെക്കുന്ന യുവാക്കളുണ്ട്. ഡിവൈനിൽ കഴിഞ്ഞ 25 വർഷങ്ങളായിട്ട് എല്ലാ മെയ് മാസവും ദേശീയ തലത്തിലുള്ള യുവജനങ്ങളുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. കൂടാതെ ജൂലൈ മാസങ്ങളിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയും ധ്യാനവും നടക്കുന്നു. ആയിരക്കണക്കിന് യുവതി യുവാക്കൾ ഈ പ്രോഗ്രാമിലേക്ക് വരാറുണ്ട്. അവരുടെ ശക്തിയേറിയ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പം വലിയ സന്തോഷം തോന്നും. കാരണം എല്ലാം നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ സഞ്ചരിച്ച വ്യക്തികൾ ഈശോയെ അനുഭവിച്ചറിഞ്ഞപ്പോൾ ഈശോയിലേക്ക് കൂടുതൽ തിരിച്ചു വരുവാനായിട്ട് ശ്രമിക്കുന്നു. മറ്റ് സഹപാഠികളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഈ ധ്യാനത്തിന് വരുവാൻ തയ്യാറാകുന്നു. വലിയ സന്തോഷമുള്ള അത്ഭുതങ്ങളും സാക്ഷ്യങ്ങളും കാണുവാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങൾ. നമ്മുടെയൊക്കെ പള്ളികളിലും രൂപതകളിലുമൊക്കെ
യുവജന സംഘടനകളുണ്ട്. ധാരാളം കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് ഈശോയോട് ചേർന്ന് നിന്ന്. ഒരുപക്ഷെ നിങ്ങളിൽ ചിലരൊക്കെ ഷാലോം മിനിസ്ട്രിയിലും ജീസസ് യൂത്ത് എന്ന് പറയുന്ന സംഘടനയിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരായിരിക്കാം. ഞാൻ നിങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. കഴിഞ്ഞ വർഷം ഗുഡ്നെസ് കൂട്ടായ്മ സംഘടിപ്പിച്ച ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുവാൻ പോയി. അവിടെയുള്ള ഒരു യുവാവ് പറഞ്ഞു, അച്ചോ, എനിക്ക് ജോലിയുണ്ട്, അതോടൊപ്പം തന്നെ ഞാൻ ഈ ഗുഡ്നെസ് കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു സഹോദരനാണ് എന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ്റെ ഉത്തരവാദിത്വമുണ്ട്, അതോടൊപ്പം തന്നെ ഈ സംഘടനയ്ക്കും ഈ കൂട്ടായ്മയ്ക്കുമൊക്കെ അവൻ നേതൃത്വം കൊടുക്കുന്നു. ധാരാളം യുവാക്കൾ ഒന്നുചേർന്ന് അണിചേർന്ന് പ്രവർത്തിക്കുന്നത് കണ്ടപ്പം ദൈവത്തിന് ഞാൻ നന്ദി പറഞ്ഞു. സ്നേഹമുള്ള യുവാക്കളെ, നിങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാനായി സാധിക്കും. ദൈവം നിങ്ങൾക്ക് കഴിവ് തന്നിട്ടുണ്ട്, ആ കഴിവുകൾ ഉപയോഗിക്കാം. അതോടൊപ്പം വചനം വായിക്കുന്ന ധ്യാനിക്കുന്ന യുവാക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ദിവസവും ഇത്ര അധ്യായം വെച്ച് വായിക്കുന്നവർ, അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നവർ. എനിക്കുണ്ടായ ഒരു അനുഭവം ഇതാണ്. ഒരു യങ് കപ്പിൾസിനെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടുമുട്ടി. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്, അച്ചോ, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റായ സമയത്ത് ഞാനും അവളും ഒരു പ്രാവശ്യം ബൈബിൾ മുഴുവൻ വായിച്ചു. പിന്നീട് 2 പേരും കൂടെ ബൈബിൾ മുഴുവൻ വായിച്ചു. നമുക്കറിയാം, ഒറ്റയ്ക്ക് നമ്മുടെ സമയമനുസരിച്ച് വായിക്കാം, പക്ഷേ 2 പേരും കൂടെ ബൈബിൾ മുഴുവൻ വായിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനുശേഷം അവർക്ക് ഒരു കുഞ്ഞു ജനിച്ചു. അവർ പറഞ്ഞതിങ്ങനെയാണ്, അച്ചോ, ഞങ്ങളിപ്പോഴും 2 പേരും കൂടി ഒരുമിച്ച് 3-ാം പ്രാവശ്യവും ബൈബിൾ വായിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. അവർ പറഞ്ഞതിങ്ങനെയാണ്, ഞങ്ങളുടെ വേദനയുടെ നിമിഷങ്ങളിൽ, കാരണം ജോലിയിൽ പ്രയാസങ്ങളുണ്ടായിരുന്നു, ഒറ്റപ്പെട്ട് നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ആ നിമിഷങ്ങളിലൊക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. സങ്കീർത്തനത്തിൻ്റെ പുസ്തകത്തിൽ 119-ാമത്തെ അധ്യായത്തിലെ 105-ാമത്തെ വചനം പറഞ്ഞു വയ്ക്കുന്നത് ഇപ്രകാരമാണ്, കർത്താവേ, അങ്ങേ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാണ് എന്ന്. ആ വചനത്തെ പിന്തുടരാം, ആ ദൈവത്തോടൊപ്പം നമ്മൾക്കും യാത്ര ചെയ്യാം. 2-ാമത്തെ കാര്യം, ലക്ഷ്യവും ദൗത്യവും കണ്ടെത്തുക. ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം, അതിനനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം. ഒരു യുവാവ് എന്നോട് പറഞ്ഞത് ഇപ്രകാരമാണ്, അച്ചോ, ഒരു ദിവസം ഒരു നന്മ ചെയ്യുവാൻ ഞാൻ ശ്രമിക്കും. നമുക്കറിയാം, സെറാട്ടോണിൻ എന്ന ഹോർമോൺ നമ്മൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന ഹോർമോണാണ്. നന്മ ചെയ്യുന്ന ആൾക്കും അത് കണ്ടു നിൽക്കുന്ന ആൾക്കും അത് സ്വീകരിക്കുന്ന ആൾക്കും വലിയ സന്തോഷം കൊടുക്കുന്നു. ആ അവസരത്തിൽ സെറാട്ടോൺ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കൂടുന്നു. അവർക്ക് അത് വലിയ ആനന്ദമായി മാറുകയാണ് ചെയ്യുന്നത്. 22 വയസ്സുകാരനായ ഒരു യുവാവിനെ എനിക്കറിയാം. അവൻ്റെ ഗ്രാൻഡ് പേരൻറ്റിനെ ശുശ്രൂഷിക്കുന്നത് എന്നിൽ വലിയ അത്ഭുതം ഉളവാക്കി. എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്ന ഈ ഗ്രാൻഡ് പായിനെ ഇവൻ എഴുന്നേൽപ്പിക്കുവാൻ സഹായിക്കുന്നു. വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. വീട്ടിലിരുന്നാണ് അവൻ ജോലി ചെയ്യുന്നത്. അതിനിടയ്ക്ക് വന്ന് ഗ്രാൻഡ് പായുടെ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കുകയും ഒരു യുവാവിന് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൻ ചെയ്യുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, ആ പിതാവിനുണ്ടല്ലോ, ഇവനോട് ഭയങ്കര കരുതലാണ്. അദ്ദേഹത്തിന് അധികം സംസാരിക്കാനൊന്നും പറ്റുന്നില്ല, പക്ഷേ കണ്ണുകളിലേക്ക് നോക്കുമ്പം കാണുവാൻ സാധിക്കുക, മകനെ, നിനക്ക് നന്മ മാത്രം വരികയുള്ളൂ എന്ന ഒരു ശബ്ദമാണ്. ആ വലിയൊരു അനുഗ്രഹം. ഈ മകന് ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ഇതാണ് ജീവിതം. വാഴ്ത്തപ്പെട്ട കാർലോ അക്കൂട്ടിസിനെ കുറിച്ച് നമുക്കറിയാം. 1991 ഇറ്റലിയിലെ മിലാനിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മാർഗമാണ് എൻ്റെ കഴിവുകൾ എന്ന്. ദൈവത്തിൻ്റെ വലിയ ഒരു സംരക്ഷണം.
ആ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് അവൻ മനസ്സിലാക്കുകയാണ് ഈ കാര്യങ്ങൾ. കമ്പ്യൂട്ടറിലും വീഡിയോ ഗെയിമിലുമൊക്കെ സജീവമായ ആ കുട്ടി അവൻ എന്തു ചെയ്യുമെന്നറിയാമോ? അവൻ്റെ കഴിവുകളെ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യ പ്രഘോഷണത്തിന് വേണ്ടി മാറ്റിവെച്ചു. യൂക്രിസ്റ്റിക് മിറക്കിൾ എക്സിബിഷൻ എന്ന വെബ്സൈറ്റ് സ്ഥാപിച്ച് അവൻ ലോകത്തിന് ദൈവത്തെ തുറന്നു കാട്ടി. 15 വയസ്സുവരെയേ അവൻ ജീവിച്ചുള്ളൂ. എന്നാൽ അവൻ യുവാക്കളുടെ, ലോകത്തിലെ ജനങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടാക്കിയ ചലനം നമുക്കറിയാം. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിന് എന്താണ് അർത്ഥം? അങ്ങനെയെങ്കിൽ നമുക്കും വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂട്ടിസിനെ അനുകരിക്കാം. യുവജനങ്ങളെ, ഇന്ന് റീലുകളുടെ യുഗമാണ്. 1 മിനിറ്റ് റീല് മതി. ഒരു വചന സന്ദേശം, നല്ലൊരു ചിന്ത, പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ചിന്ത നമുക്ക് കൊടുക്കുവാനായി ധാരാളം വ്യക്തികൾ, യുവാക്കൾ, യുവതി അത് ചെയ്യുന്നുണ്ട്. അതിലെനിക്ക് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ശരിയായ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ ലോകത്തിൽ ബന്ധങ്ങളുള്ളവനാണ് ഏറ്റവും വലിയ ശക്തൻ. പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ്, കൂടെയുള്ള സഹപാഠികളുടെ സ്വാധീനം ധാരാളം യുവാക്കളെ ആകർഷിക്കാറുണ്ട്. അവരിൽ നന്മ ഉണ്ടെങ്കിൽ ആ നന്മ ഇവരിലുണ്ടാവും. തിന്മയുടെ ശക്തികളാണെങ്കിൽ അതും ഇവരോടൊപ്പം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ജീവിതത്തിൻ്റെ നന്മയും തിന്മയും വേർതിരിച്ച് അറിയുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നിങ്ങളുടെ ജീവിതം ഉയർത്തുന്നവരാണ് നല്ല സുഹൃത്തുക്കൾ. കഴിഞ്ഞ ദിവസം ന്യൂസിൽ വന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. കുറച്ച് പെൺകുട്ടികളെ കഞ്ചാവുമായി പോലീസ് കസ്റ്റഡിയിലെടുത്തു. അവരുടെ ഫോൺ കോളുകൾ പോലീസ് തന്നെ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർക്ക് കിട്ടിയ ചില പദങ്ങൾ, അവർ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഇതാണ്. ചില കോഡ് ഭാഷയിൽ നിന്ന് ചില വ്യക്തികൾ അവരോട് എന്തൊക്കെയോ ചോദിക്കുന്നു. സ്കോറ്, ജോയിൻ്റ്, പോസ്റ്റ്, ഹാൾട്ട്, ഈ 4 കോഡാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പോലീസിന് ആദ്യത്തെ 3 മനസ്സിലായി, 4-മത്തേത് മനസ്സിലായില്ല. സ്കോർ എന്ന് പറഞ്ഞാൽ കഞ്ചാവിൻ്റെ വില എത്രയാണ് എന്ന്. സ്കോറ് ഇനിയും കുറയുമോ എന്ന് ചോദിച്ചാൽ കഞ്ചാവിൻ്റെ വില കുറയുമോ എന്നാണ് അർത്ഥം. ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് മേടിക്കാൻ പറ്റില്ലാത്ത വ്യക്തികൾ ചോദിക്കുന്നതാണ്. ഇത് സിഗരറ്റിലോ ബീഡിയിലോ വല്ലതും നിക്ഷേപിച്ചു തന്നാൽ അങ്ങനെ തരാനുള്ള സാധ്യതയുണ്ടോ? അവിടെയാണ് ഈ ജോയിൻ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത്. പോസ്റ്റ് എന്ന് പറയുന്ന പദം ഉപയോഗിക്കുന്നത് ഇത് കിട്ടാനായിട്ട് ധാരാളം സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരുമോ, പോസ്റ്റ് പോലെ ആയി നിൽക്കേണ്ടി വരുമോ എന്നാണ് ചോദിക്കുന്നത്. ഇവ 3 പോലീസിന് മനസ്സിലായി. 4-മത്തെ പദമാണ് ഹാൾട്ട്. അതിനെക്കുറിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞത് ഈ പ്രകാരമാണ്: വെള്ളിയാഴ്ച ക്ലാസ്സുകളൊക്കെ തീരും, വെള്ളിയാഴ്ച വൈകുന്നേരം തൊട്ട് ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുകയാണ്. കഞ്ചാവൊക്കെ എടുത്ത് അങ്ങനെ ഈ തരുന്ന വ്യക്തികളോട് ചോദിക്കുകയാണ്, ശനിയും ഞായറാഴ്ചയും ഹോസ്റ്റലിൽ നിന്ന് മാറിയിട്ട് എവിടെയെങ്കിലും താമസിക്കാൻ സൗകര്യമുണ്ടോ? ഇത് കൊടുക്കുന്ന വ്യക്തികൾ ഏതെങ്കിലും ഗോഡൗണുകളോ അതുപോലുള്ള സ്ഥലങ്ങളോ സൗകര്യങ്ങളോ ഇവർക്ക് ചെയ്തു കൊടുക്കും. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ കേരളത്തിൽ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ സംഭവിച്ച ഒരു കാര്യമാണ്. നമ്മളൊക്കെ ഓർക്കും, വിദേശ രാജ്യങ്ങളിലേക്കോ കേരളത്തിന് പുറത്തേക്കോ പോയെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന്. നമ്മൾ ഇത് മനസ്സിലാക്കണം. ഇതുപോലുള്ള അവസ്ഥകളിലൂടെയാണ് നമ്മുടെ മക്കൾ കുറേ പേരും പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഓരോ ജീവിതവും വിലപ്പെട്ടതാണ്, തമ്പുരാൻ തന്നതാണ്. അതിനെ മനസ്സിലാക്കുവാൻ സാധിക്കണം. ആരും ജീവിതത്തിൽ ഇല്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോൾ കൂട്ടുകാരോട് ചേർന്ന് നിന്നാൽ മാത്രമേ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ എന്ന് തോന്നുമ്പോഴാണ് ഇതുപോലുള്ള അവസ്ഥകളിലേക്ക് പോകുന്നത്. എന്നാൽ ചെറുപ്പം മുതലേ മക്കളെ കേൾക്കുവാൻ, അവരുടെ ചലനങ്ങൾ തിരിച്ചറിയുവാൻ ശ്രമിച്ചാൽ ജീവിതം സുന്ദരമായി മാറും.
അങ്ങനെയെങ്കിൽ ഈ വിദ്യാർത്ഥികളും പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. യെസ്സും നോയും പറയുവാനായിട്ട് തയ്യാറാകണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഒരുപക്ഷെ നിങ്ങളുടെ കോളേജ് വിദ്യാഭ്യാസം അവസാനിപ്പിക്കേണ്ട ഒരു കാലഘട്ടം വന്നാൽ, സെമസ്റ്റർ ബ്രേക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടം വന്നാൽ നിങ്ങൾ നിലകൊള്ളണം. കാരണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കൂട്ടുകാരെ നേടിയിട്ട് കാര്യമില്ല. മറിച്ച് ജീവിതം സുന്ദരമാണ്. ദൈവം തന്ന ആ ജീവിതം സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുവാൻ ഉപകാരപ്പെടുന്നതായിരിക്കണം. നാലാമത്തെ കാര്യം, നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. നമുക്കറിയാം, ദൈവം ഈ ലോകത്തിൽ എല്ലാവരെയും സൃഷ്ടിച്ചത് ഓരോ കഴിവുകളോടുകൂടിയാണ്. ആ കഴിവുകൾ നമ്മൾക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കണം. കഴിവുകൾ കണ്ടെത്തുവാനായി, അതിനെ പ്രോത്സാഹിപ്പിക്കുവാനായി തയ്യാറാകണം. നമ്മുടെയൊക്കെ ഇടവകളിൽ യുവജനങ്ങളുണ്ട്. അവർ മ്യൂസിക് മിനിസ്ട്രിയിലൊക്കെ നന്നായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അവരെയൊക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. യുവാക്കളും യുവതികളുമൊക്കെ അങ്ങനെ ഈ പള്ളി കൊയറിലേക്ക് വരുന്നുണ്ട്. അവർ മ്യൂസിക് ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു ഇടവകയിൽ ചെന്നപ്പം ഏതാനും യുവാക്കൾ എന്നോട് പങ്കുവെച്ചത് ഇപ്രകാരമാണ്: അച്ചോ, ഞങ്ങളുടെ ബോസ്, ഞങ്ങൾ അങ്ങനെയാണ് വിളിക്കുന്നത്, ബോസ് എന്നാണ് വിളിക്കുന്നത്, ഞങ്ങളുടെ ജിസ്റ്റോ ചേട്ടനാണ് ഞങ്ങളെ എല്ലാം പഠിപ്പിച്ചത്. ഈ ഇൻസ്ട്രുമെൻസും കാര്യങ്ങളുമൊക്കെ ഞങ്ങൾക്ക് പാടാനുള്ള പ്രചോദനവും ഇൻസ്ട്രുമെൻസ് വായിക്കാനുള്ള പ്രചോദനമൊക്കെ നൽകിയത് അവൻ വിദേശത്തേക്ക് പോയി. ഞങ്ങളുടെ സഹോദരൻ കാണിച്ചു തന്ന മാർഗം പിന്തുടരുകയാണ്. ഞങ്ങളൊരു ടീമുണ്ട്, നന്നായിട്ട് ഞങ്ങളുടെ ഈ കൊയർ ഈ പള്ളിയിൽ സജീവമാണ് എന്ന്. സ്നേഹമുള്ളവരെ, വളർത്തുമ്പോഴാണ് വലുതാവുക. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ഇടവക സമൂഹത്തിൽ യുവാക്കൾ രംഗത്തേക്ക് വരട്ടെ. അവരുടെ കഴിവുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കട്ടെ. അഞ്ചാമത്തെ കാര്യം, സമൂഹത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അമേരിക്കയിലെ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ അവരുടെ ഒരു പാഠ്യപദ്ധതിയുടെ തന്നെ ഭാഗമാണ് വോളണ്ടിയർ സർവീസ് ചെയ്യുക എന്നുള്ളത്. വളരെ ശുചിത്വം, അതിന് പ്രാധാന്യം കൊടുക്കുന്ന രാജ്യങ്ങളാണല്ലോ. എനിക്ക് അവിടെയുള്ള യുവാക്കളുമായി അടുത്ത ബന്ധമുണ്ട്. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: ഏതെങ്കിലും ഒരു സിറ്റിയോ ഗ്രാമമോ ഇങ്ങനെ ശുചിത്വമല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുമ്പം ഞങ്ങളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തന്നെ ഞങ്ങൾ ആ സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ പോയി എല്ലാം വൃത്തിയാക്കും. ചെറുപ്പത്തിലെ തന്നെ സമൂഹത്തിനു വേണ്ടി ചെയ്യാനുള്ള ഒരു സാമൂഹ്യ ബോധം അവരിൽ വളർത്തുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികൾ. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാനൊരു ബീച്ചിൽ പോയി. അവിടെ ചെന്നപ്പോൾ എനിക്ക് കാണുവാൻ സാധിച്ചത്, വിദേശത്തു നിന്ന് വന്ന ഒരു എഴുത്തുകാരൻ. അദ്ദേഹം എല്ലാ ദിവസവും ആ ബീച്ച് ക്ലീൻ ചെയ്യും. അവിടുത്തെ ചപ്പുചവറുകളൊക്കെ പറക്കും, എല്ലാം ക്ലീൻ ചെയ്യും. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പം അദ്ദേഹം തിരിച്ചുപോയി. പിന്നെ അദ്ദേഹം 2-3 മാസങ്ങൾക്ക് ശേഷം വീണ്ടും ആ പഴയ സ്ഥലത്ത് വന്നു. അപ്പോഴേക്കും അവിടെ ഈ ചപ്പുചവറ് കൂമ്പാരം കൂടിയിരിക്കുന്നു. പതുക്കെ അദ്ദേഹം അത് ക്ലീൻ ചെയ്യുവാനായി തുടങ്ങി. 1-2 യുവാക്കളുടെ ശ്രദ്ധയിൽ ഇത് പെട്ടപ്പം അവരെന്തു ചെയ്യുന്നറിയാമോ? ഇദ്ദേഹത്തെ സഹായിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചു. ഇപ്പോൾ ആ ബീച്ച് വളരെ സുന്ദരമാണ്. കാരണം യുവാക്കൾ അത് ഏറ്റെടുത്തു. സ്നേഹമുള്ളവരെ, നന്മയുടെ പ്രവൃത്തികൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുവാനായി നമ്മുടെ യുവാക്കൾക്ക് സാധിക്കും. നമ്മൾ ഒരുപക്ഷെ വിചാരിച്ചിരിക്കുന്നത് ഇവരൊക്കെ കമ്പ്യൂട്ടറിൻ്റെയും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെയും ഒക്കെ ഏതോ ഒരു ലോകത്താണെന്ന്. അല്ല, അവരിൽ നന്മയുണ്ട്, അവരിൽ കഴിവുണ്ട്, ദൈവത്തിൻ്റെ കരസ്പർശം അവരിലുണ്ട്. അവർക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ അവരെ ഒന്ന് കേൾക്കുവാൻ തയ്യാറാകണം. അവർക്ക് കൊടുക്കേണ്ട സപ്പോർട്ട് കൊടുക്കുവാൻ തയ്യാറാകണം. അവരോടൊപ്പം യാത്ര ചെയ്യുവാൻ തയ്യാറാകണം. യെസ്സും നോയും പറയുവാൻ അവരെ ചെറുപ്പത്തിലെ നമ്മൾ പഠിപ്പിക്കണം. യുവാക്കളാണ് നമ്മുടെ ശക്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും യുവതി യുവാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളം നന്മകൾ നൽകി അവരെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു.
ദൈവമേ, പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് പോകാതെ അവരെ അങ്ങയുടെ കരസ്പർശനത്താൽ രക്ഷിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.